ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ജായിറൂസിൻ്റെ മകളെ സുഖപ്പെടുത്താനുള്ള യാത്രാമധ്യേ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ രോഗം ഭേദമാകുന്നതാണ് ഇന്നത്തെ തിരുവചനത്തിലെ പ്രമേയം. വലിയ ജനക്കൂട്ടം യേശുവിന് ചുറ്റും തിക്കിക്കൂടുന്നു. ഒരുപാട് പേര് മുട്ടിയും തട്ടിയും കടന്നു പോകുന്നു. ബാഹുല്യം നിറഞ്ഞ ജനസാഗരത്തിൻ്റെ നടുവിലൂടെ ഈശോ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ എൻ്റെ രോഗം ഭേദമാകുമെന്ന് വിശ്വാസത്തോടെ രക്തസ്രാവക്കാരി അവനെ തൊട്ടു. അവൾക്ക് സൗഖ്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി തീരെ ചെറുതല്ല. മാസ് ഫോബിയ ഇന്ന് നമ്മളെ വല്ലാണ്ട് പിടികൂടിയിരിക്കുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തെ ഉറക്കെ വിളിക്കാൻ നമുക്ക് പലർക്കും ഇഷ്ടമാണ്. വ്യക്തിപരതയിൽ ഊന്നിയ വിശ്വാസം അതെത്രമാത്രം എനിക്കുണ്ട് എന്നതാണ് ഇന്നത്തെ ചോദ്യം. എൻ്റെ ഈശോയെ ഒന്ന് തൊട്ടാൽ എൻ്റെ രോഗം മാറും. എൻ്റെ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നുള്ള വിശ്വാസം നമ്മൾ എത്ര പേർക്കുണ്ട് എന്നതാണ് ഈ ദിവസം ഉയർത്തുന്ന വെല്ലുവിളി. അടിസ്ഥാന വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ക്രൈസ്തവ സമൂഹമായി നമ്മൾ മാറുന്നുണ്ടോ? ഞായറാഴ്ച പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് കൽപ്പന നിറവേറ്റി ആണ്ടിലൊരിക്കലൊന്ന് കുമ്പസാരിച്ച് അത്യാവശ്യം ആത്മീയതയുടെ ഒരു മൂടുപടമൊക്കെ അണിഞ്ഞ് അങ്ങ് പോവുകയാണ് നമ്മിലേറെ പേരും. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി എൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് എന്തോരം ആഴമുണ്ട് എന്ന് നാം പുനഃപരിശോധിക്കണ്ടേ? എൻ്റെ ജീവിതത്തെ ചൂഴുന്ന ആത്മീയ പ്രഭ അതെത്രമാത്രമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഒരു പരിശ്രമം ഉണ്ടായല്ലേ പറ്റൂ. എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം, പരപ്പ് എന്തോരെ ദീപ്തമാണ് എന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ തിരുവചനം നമ്മളെ സഹായിക്കണം. രക്തസ്രാവക്കാരിയുടെ ആഴമായ ബോധ്യം അവൾക്ക് 12 വർഷമായി അനുഭവിച്ചിരുന്ന കൊടിയ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരമായി മാറിയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ പോരുന്നവൻ തമ്പുരാനാണ് എന്ന വിശ്വാസത്തോടെ അവനെ ഒന്ന് തൊടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മുട്ടിയും തട്ടിയും ജീവിക്കുന്നവരാണ് ആവറേജ് ക്രിസ്ത്യാനികൾ. തൊടുന്നവനാണ് വിശ്വാസി. ഞാൻ വിശ്വാസിയോ ക്രിസ്ത്യാനിയോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ പോരുന്നവൻ, എന്നെ സ്പർശിച്ച് സൗഖ്യമാക്കാൻ പോരുന്നവൻ, എൻ്റെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകാൻ പോരുന്നവൻ, എൻ്റെ ജീവൻ്റെ നാഥൻ, എൻ്റെ രക്ഷകൻ. അവനെ കാണാനും അവനെ സ്വന്തമാക്കാനും അവനിൽ വിലയം പ്രാപിക്കാനുമുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.